അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനത്തെ മടക്കി ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. നിറച്ച് എണ്ണയൊക്കെ തേച്ച് ഉണ്ടാക്കുന്ന ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തി സവോളക്കറിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കാത്തൂന് കഴിക്കാനുള്ളതെല്ലാം എടുത്തു കൊടുത്ത്. അച്ചു ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. അച്ചുവിന് ചെറിയൊരു പനിക്കോളാണ്. പിന്നെ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ മുറ്റമൊക്കെ അടിക്കാൻ ഇറങ്ങിയേ. ഇന്നാണ് രാവിലെ കുളിക്കുകയും ചെയ്തത്. അല്ലേ ഞാൻ എൻ്റെ പരിപാടിയെല്ലാം തീർത്ത് കഴിഞ്ഞായിരുന്നു കുളിക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. എല്ലാവർക്കും അങ്ങനെയാണോ? എനിക്കങ്ങനെയാണ്. എനിക്കാണ് ഇങ്ങനെ ഈ ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞ് പതുക്കെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങ് ഫ്രഷായിട്ടിരിക്കണം. എൻ്റെ തൂത്തുവാരിച്ച കാണുമ്പോഴേ അറിയരുത് മടിച്ചാണ് ചെയ്യുന്നതെന്ന്. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മുറ്റപടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് നല്ല വെയിലുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഇന്നലെ പൊടിപ്പിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം എടുത്ത് വെയിലത്തോട്ട് വെച്ചു. പിന്നെ നമ്മൾ ഈയിടെ പുഴുങ്ങിയെടുത്ത മഞ്ഞളും കൂടെ എടുത്തങ്ങ് വെച്ചേ. ഇടയ്ക്കിടയ്ക്ക് അത് വെയിലത്ത് വെച്ചില്ലേ ചിലപ്പോൾ പൂപ്പലൊക്കെ വന്നാലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇതുപോലെ നമ്മുടെ കടലയും പരിപ്പും പയറും ഇതെല്ലാം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കി വെക്കണം. അല്ലേ ചിലപ്പോൾ ചെള്ളൊക്കെ പിടിക്കും. പിന്നെ അതൊക്കെ വെയിലത്ത് വെച്ചിട്ട് ഞാൻ പെരക്കകമൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ചേ. എനിക്ക് ഭയങ്കര അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് എൻ്റെ കണ്ണിങ്ങനെ ചുമന്ന് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പെരക്ക അടിക്കുമ്പോൾ എപ്പോഴും ഒരു പ്ലെയിൻ ഗ്ലാസ് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ എല്ലായിടവും തൂത്തുവാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങ് തുടയ്ക്കുകയും കൂടെ ചെയ്തേ. ആഴ്ചയിൽ ഒരു 1-2 ദിവസമൊക്കെ ഞാൻ തുടച്ചിടാറുണ്ട് പെരയ്ക്കകമേ. പിന്നെ അതുപോലെ പൊടിയാണെങ്കിൽ ചിലപ്പം ഇടയ്ക്ക് ഒന്നുകൂടെയൊക്കെ തുടയ്ക്കും. അപ്പോൾ അന്ന് നമ്മൾ പുഴുങ്ങി ഉണക്കിയെടുത്ത മഞ്ഞളില്ലേ, ആ മഞ്ഞൾ ഉണങ്ങി വന്നപ്പോഴത്തേക്കിന് ഇത്രയേ ഉള്ളൂ. കുറേ ദിവസമായി ഞാനിത് പറിച്ചു കളയണമെന്ന് വിചാരിക്കുന്നത്. ഇത് ഈ ശംഖുപുഷ്പവും പിന്നെ നമ്മുടെ ഈ കാട്ടുവള്ളിയില്ലേ അതുകൂടെ കൂടി ഇവിടെ ഒരു കാട് പോലെ അങ്ങ് നിൽക്കുക. അപ്പം അതെല്ലാം ഞാനങ്ങ് പറിച്ചു കളയുവാണ്. അവിടെ ഒരു നല്ല ചെമ്പരത്തി നിൽപ്പുണ്ടായിരുന്നു, നിറച്ച് ചുമല പൂവുണ്ടാകുന്നത്. ഈ വള്ളിയെല്ലാം കൂടെ കയറി അതിനെ അങ്ങ് നശിപ്പിച്ചിരിക്കുമായിരുന്നു. ഇനി ഇതെല്ലാം പറിച്ചു കളഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് കിളുത്തോളൂ ശരിക്കും. ശംഖുപുഷ്പമൊക്കെ പറിച്ചു കളഞ്ഞെങ്കിലും പിന്നെ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വിത്തെല്ലാം ഇവിടെ വീണ് കിടപ്പുണ്ട്. ഇനിയും പൊട്ടി കിളുത്തോളും. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് അച്ഛൻ 2-3 പേരയ്ക്ക മേടിച്ചുകൊണ്ട് വന്ന്. അപ്പം തന്നെ അച്ഛനത് വേണം. പിന്നെ ഞാനത് കഴുകി കണ്ടിച്ചു കൊടുത്തു. പറച്ചിലൊക്കെ ഉള്ളൂ, 1-2 കഷ്ണം എടുത്ത് തിന്നത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ സന്ധ്യയായപ്പം 2 പേരും കൂടെ പഠിക്കാനിരിക്കുന്ന സീനായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് കുനിഞ്ഞിരിക്കുക 2 പേരും. അപ്പം ഞാൻ വൈകിട്ടത്തേക്കിനുള്ള ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാൻ പോയി. ഇവിടുത്തെ അച്ഛൻ എന്നും വൈകിട്ട് ഗോതമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇച്ചിരി സാമ്പാറൂടെ വെച്ചേക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ നാളത്തേക്കിന് ഞാൻ ഇഡ്ഡലിക്കുള്ളത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടാവുമല്ലോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് സാമ്പാർ പരിപ്പ് തീർന്നതുകൊണ്ട് ഇപ്രാവശ്യം വടപ്പരിപ്പാണ് എടുത്തത്. അതൊരു 2-3 വിസിൽ അടുപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ കഷ്ണങ്ങളോടിട്ട് 2-3 വിസിലൂടെ അടുപ്പിക്കുമ്പോൾ ഇതങ്ങ് വെന്തോളും. അപ്പോൾ സാമ്പാറിനകത്തോട്ട് കഷ്ണമായിട്ട് ഞാൻ ഒരു ചെറിയ മത്തങ്ങയുടെ പീസും ഒരു ചെറിയ ചേമ്പ് കഷ്ണവും വഴുതനങ്ങയും തക്കാളിക്കായും വെണ്ടയ്ക്കായും എല്ലാം കൂടെ ഇട്ട്, പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം. ഇനി ഒരു 2-3 വിസിൽ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇത് തുറന്ന് നോക്കാവേ. ഇപ്പോൾ സാമ്പാറിനകത്ത് ചേർക്കാനായിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഞാൻ ദോശയൊക്കെ ചുടാൻ തുടങ്ങിയേ. നമ്മൾ കുക്കറിൽ ഇപ്പോൾ 2 വിസിലായേ. ഞാനതെടുത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച്. ഇതിന് തീ ഇച്ചിരി കൂടുതലാണ്. ദോശ ഇടാനായിട്ട് ഒത്തിരി തീയുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ചെറിയ അടുപ്പിലോട്ട് ദോശ ഇടാനായിട്ട് എടുത്ത് വെച്ച്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇപ്പോൾ 3 വിസിൽ വന്നേ. ഈ ആവിയെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് കുക്കർ തുറന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തേ.
ഇനി സാമ്പാർ ചേർക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാറാകുമ്പം നമ്മുടെ സാമ്പാറിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഉപ്പൊക്കെ പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാകും. ലാസ്റ്റ് ഭാഗം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.